നമ്മൾ ഈ പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ഒരു മനസ്സിലന്ന് നമ്മൾ കാണുമ്പോൾ റിസോർട്ട് കൺസെപ്റ്റിലുള്ള പ്രൊജക്റ്റാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ റോഡും ലാൻഡ്സ്കേപ്പിങ്ങും ആ വീടിൻ്റെ എലിവേഷനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതൊരു ടെറേനായുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 മീറ്റർ വീതിയാണ് നമ്മൾ റോഡിന് കൊടുത്തിരിക്കുന്നത്. നല്ല ലാൻഡ്സ്കേപ്പിംഗ് നമ്മളിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും then ഒരു ആറ്റിക് സ്പേസും നമുക്ക് കൊടുക്കുന്നത്. നമ്മളൊരു വീട് ചെയ്യുന്നത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ ഒത്തിരി വീടുകൾ കണ്ടിട്ടാണ് അവർ വരുന്നത്. മേ ബി ഇൻഡിവിജ്വൽ വീടുകൾ കണ്ടാം, പ്രൊജക്ട്സുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ വീടുകളൊന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീട് എന്നൊരു കൺസെപ്റ്റിൽ വരുന്ന ഒരു സെലക്റ്റീവായ ക്രൗഡാണ് നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നത്. പൊതുവെ ഒരു വീടിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ ചിലർക്ക് താഴെ 2 ബെഡ്റൂം വേണം, ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ വേണം, അതല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC, ഓട്ടോമേഷൻ, ഇങ്ങനെ വരുന്ന ഒത്തിരി റിക്വയർമെൻറ്റ്സുകളായിട്ട് അപ്പം ഇവിടുത്തെ ക്ലയൻസുകൾ വരുന്നത്. അപ്പോൾ അവരുടെ ആവശ്യകതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഒരു 1, 2, 3 പ്ലാനുകളിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒരു ഫൈനലായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഈ പ്രൊജക്റ്റിലോട്ട് ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഏകദേശം 8 ഏക്കർ താഴെ വരുന്ന പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് 75 വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി phase 1 phase 2 കൂട്ടിയിട്ട് 75 വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നിപ്പോൾ അത് ഏകദേശം ഒരു 52 വീടിലോട്ടായി. കാരണം ലാൻഡിലുള്ള കസ്റ്റമൈസേഷൻ, ചിലർക്ക് കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ വേണം, ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ വീടിൻ്റെ ഉള്ളിലെ സ്പേസ് വ്യത്യാസം വന്നു. പിന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് ജെംസ് സ്കൂള്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂള്, സംസ്കാര സ്കൂള്, രാജഗിരി, നൈപുണ്യ, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 4 to 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ട് വരുന്ന ദൂരം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രൈം സംഭവം എന്ന് പറയുന്നത് കാക്കനാടിന് IT തന്നെയാണ്, ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റി തന്നെയാണ്. ഇവിടെ നിന്നുള്ള ദൂരം ഒത്തിരി കണക്ടിവിറ്റി ഉണ്ടെങ്കിലും ഒരു മിനിമം ഏരിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോമീറ്റേഴ്സിൽ നമുക്ക് ഇൻഫോ പാർക്കിലൂടെ നമുക്ക് എത്താം. നമ്മൾ ഈ പ്രൊജക്ടിന്റെ അമ്യൂണിറ്റീസിന്റെ ഏരിയ തന്നെ ഏകദേശം ഒരു 50 സെൻസോളം ലാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് പൂൾ എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 6x16 സൈസ് വരുന്ന വലിയ പൂളാണ്, ലാബ് പൂളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മളൊരു ടർഫ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്.